ആവേ മരിയ പ്രോഗ്രാം ശ്രവിക്കുവാനായി കടന്നു വന്നിട്ടുള്ള ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ക്രൈസ്തവ സഭയുടെ മതബോധന ഗ്രന്ഥം പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത് അവൾ വാഗ്ദാന പേടകമെന്നാണ്. ദുർഘടയാത്രയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വാഗ്ദാന പേടകങ്ങൾ കൂട്ടിനുള്ളത് നല്ലതാണ്. മനസ്സിന് ബലവും ഉള്ളിൽ ഒരു കരുത്തും ലഭിക്കും. ഇസ്രായേൽ ജനത്തിന് വാഗ്ദാന പേടകം കൂടെയുണ്ടായപ്പോൾ എപ്പോഴും വിജയമായിരുന്നു. അതെ, നമ്മുടെ വാഗ്ദാന പേടകമായ പരിശുദ്ധ മറിയം നമ്മുടെ കൂടെയുള്ളപ്പോഴും നമുക്കെപ്പോഴും വിജയമായിരിക്കും. കാരണം അവളുള്ളിടത്ത് ക്രിസ്തുവും അവളുടെ ഉള്ളു നിറയെ ക്രിസ്തുവുമാണ്.
കനിയണമേ തായേ കനിയണമേ നിൽക്കുമിദാസരെ നയിക്കണമേ കുരിശിൻ ചുവട്ടിലെ യാഗബലി അർപ്പിക്കാൻ എന്നെ നീ പഠിപ്പിക്കണേ. അമ്മേ മേരി മാതാവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. അമ്മേ മാതാവേ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നിനക്ക് സാധിച്ചു. അപ്രകാരം ഞങ്ങൾ ചുറ്റുമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം, വിശാലമായ ഹൃദയത്തിനായി നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മാധ്യസ്ഥം യാചിക്കുകയാണ്. നീ നിൻ്റെ സുതനോട് എപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറിയം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം സമ്പാദിച്ചവളാണ്. മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത, അവളുടെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകത എല്ലാവരെയും അത് ഉൾക്കൊള്ളുന്നതാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം. അങ്ങനെ ഒരു ഹൃദയത്തിനായി നമുക്കും ഈ നിമിഷം പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം യാചിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേ, രക്ഷാകര ചരിത്രത്തിൽ എല്ലാ കാര്യങ്ങളും അവൾ സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. ഈശോയുടെ പീഡാസഹന വേളയിൽ ഉണ്ടായിരുന്ന ഓരോ അനുഭവങ്ങളും, കുരിശിൻ ചുവട്ടിലെ ഓരോ അനുഭവങ്ങളും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിക്കുകയാണ്. എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഹൃദയം മറിയത്തിന് ഉണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അതിനായി നമുക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു ചെറിയ ഉപമ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രളയത്തിൻ്റെയും മഴയുടെയും കാലമായിരുന്നു കഴിഞ്ഞത്. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന, കുത്തി ഒഴുകി വരുന്ന ചെളിവെള്ളം അതിങ്ങനെ ഒഴുകി താഴെ വന്ന് ഒരു കുളത്തിലേക്കാണ് പതിക്കുന്നുവെങ്കിൽ ആ കുളം മുഴുവൻ കലങ്ങി അവശമായി തീരും. ആ കുളത്തിലെ വെള്ളം പിന്നീട് ഒരിക്കലും ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം കലങ്ങി കിടക്കുകയാണ്, മൊത്തം ചേറും അഴുക്കും. എന്നാൽ ഈ കുത്തി ഒലിച്ചു വരുന്ന ചെളിവെള്ളം കടലിലേക്കാണ് ചെന്ന് പതിക്കുന്നെങ്കിലോ ഒരിക്കലും ഈ ചെളിവെള്ളത്തിന് കടലിലെ വെള്ളത്തിനെ അഴുക്കാക്കുവാൻ സാധിക്കുകയില്ല. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? ഒരു ചെറിയ കുളവും കടലും തമ്മിൽ എന്താണ് വ്യത്യാസം? കുളത്തിന് ഈ ഒഴുകി വരുന്ന വെള്ളത്തെ സ്വീകരിക്കാൻ മാത്രം വ്യാപ്തിയില്ല, ആഴമില്ല. എന്നാൽ കടലിൻ്റെ പ്രത്യേകത, അതിന് ആഴമുണ്ട്, വ്യാപ്തിയുണ്ട്, വീതിയുണ്ട്, എന്തിനേയും ഉൾക്കൊള്ളുവാനുള്ള വിശാലതയുണ്ട്. പലപ്പോഴും എൻ്റെയും നിൻ്റെയും ഹൃദയം കുളം പോലെ ചെറുതാണ്, കടൽ പോലെ വിശാലമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. മറിയം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത, അവളുടെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകത, അത് വിശാലമായിരുന്നു, സാഗരം പോലെ വിശാലമായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ മറിയത്തിന് സാധിക്കുകയാണ്. എങ്ങനെയാണ് ഇത് മറിയത്തിന് സാധ്യമായത്? നമുക്കറിയാം, ദൈവവചനത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച വചനത്തെ സ്വന്തം ഉദരത്തിൽ സ്വീകരിക്കുവാനും ആ വചനത്തിന് മാംസമായി അവതരിക്കുവാൻ ഇടം നൽകുവാനും മറിയത്തിന് സാധിച്ചു. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നവനെ ഉൾക്കൊള്ളുവാൻ മറിയത്തിന് സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ സാധിച്ചു. തന്നെ വേദനിപ്പിച്ചവരെയും ഒറ്റപ്പെടുത്തിയവരെയും കുറ്റപ്പെടുത്തിയവരെയും എല്ലാവരെയും മറിയം അംഗീകരിക്കുകയാണ്, സ്വന്തമാക്കുകയാണ്, സ്നേഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹൃദയം എനിക്ക് ലഭിക്കും. എന്താണ് പരിശുദ്ധ കുർബാനയിൽ സാധാരണ നടക്കുന്നത്? നമ്മൾ ഈശോയെ സ്വന്തമാക്കുമ്പോൾ ഈശോ സത്യത്തിൽ നമ്മളെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാകുന്ന ഈ ചെറിയൊരു കൈത്തോട് ഈശോ ആകുന്ന കടലിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ ഈശോ നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കണം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ എന്നെ സ്വീകരിച്ച, ഞാൻ സ്വീകരിച്ച എൻ്റെ ക്രിസ്തുവിനോട് കൂടി, എൻ്റെ കർത്താവിനോട് കൂടി ഞാനായിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സ്വന്തമാക്കുവാനും സാധിക്കും. എന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരെയും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും. എന്നെ വെറുക്കുന്നവരെയും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും. കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മറിയം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം മകനെ നഗ്നനാക്കി കുരിശിൽ തറച്ച് കാണുമ്പോഴും, അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തുമ്പോഴും, അവനെ താഴേക്ക് ഇറങ്ങി വാന്ന് വെല്ലുവിളിക്കുമ്പോഴും അവിടെയൊക്കെ മറിയം നിശബ്ദയായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്ക് പോലും വെറുപ്പിൻ്റെതോ, ഒരു വാക്ക് പോലും വിദ്വേഷത്തിൻ്റെതോ, ഒരു വാക്ക് പോലും ശാപത്തിൻ്റെയോ അവളുടെ അധരങ്ങളിൽ നിന്ന് വരുന്നില്ല. നേരെ മറിച്ചു മറിയം നിശബ്ദയായി നിന്നുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിന് ഏറ്റവും നല്ല മാതൃക അവൾ കണ്ടത് ഈശോയിൽ തന്നെയാണ്.
കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ആരെയും ശപിക്കുന്നില്ല, ആരെയും വെറുക്കുന്നില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവരോട് നീ ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, നീ ഇവരോട് പൊറുക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ മറിയം നിൽപ്പുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ വിശാലത മറിയം അവിടെ സ്വീകരിക്കുകയാണ്, സ്വന്തം ജീവിതത്തിൽ അവൾ സ്വന്തമാക്കുകയാണ്. ഈ ഒരു ഹൃദയ വിശാലത, ഈ ഒരു വ്യാപ്തി, ഈ ഒരു ആഴം എനിക്കും നിനക്കും ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഭർത്താവിന് ഭാര്യ ഉൾക്കൊള്ളുവാനോ, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളുവാനോ, മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, മറിയത്തിൻ്റെ ഈ ജീവിത മാതൃക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജീവിത മാതൃക, ഈശോയോട് ഒട്ടുചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന ഈ വലിയൊരു കൃപ നമുക്കും സ്വന്തമാകാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ സമാധാനം ഉണ്ടാകും, നമ്മുടെ സമൂഹത്തിൽ വലിയ സമാധാനം ഉണ്ടാകും, നമ്മൾ ആയിരിക്കുന്ന ഇടവകകളിൽ വലിയ സമാധാനം ഉണ്ടാകും. എല്ലാവരും ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വലിയ കൃപ നമുക്ക് ലഭിക്കും. അതിനായി നമുക്ക് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. ഒരു ചെറിയൊരു അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. സെമിനാരി കാലഘട്ടത്തിൽ എൻ്റെ തന്നെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു സഹോദരനുമായിട്ട് അല്പം അസ്വസ്ഥതയുണ്ടായി. അവനോട് സംസാരിക്കുവാനോ, അവൻ്റെ മുന്നിൽ കാണുമ്പോൾ അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുവാനോ പലപ്പോഴും സാധിക്കാതെ വന്നപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ഞാൻ ചെയ്തത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് എൻ്റെ കുമ്പസാരക്കാരൻ പറഞ്ഞു തന്നപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുമ്പസാരക്കാരൻ ഇപ്രകാരമാണ് എനിക്ക് പറഞ്ഞു തന്നത്: നീ ബലി അർപ്പിക്കുമ്പോൾ, നീ ബലിപീഠത്തിന് മുമ്പ് നിൽക്കുമ്പോൾ, പരിശുദ്ധ കുർബാനിൽ പങ്കുചേരുമ്പോൾ ഈശോയുടെ കാസയിലും പീലാസയിലേക്കും നിൻ്റെ ആ സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നോട്. ആ കാസയിലും പീലാസയിലേക്കും ഈശോയെ, ഞാൻ എൻ്റെ ഈ സഹോദരനെ സമർപ്പിക്കുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം ഈശോയെ, ഞാൻ നിന്നെ സ്വീകരിക്കാൻ പോകുകയാണ്, നിന്നെ ഞാൻ ഉൾക്കൊള്ളാൻ പോകുകയാണ്. ഈശോയെ, ഞാൻ നിന്നെ ഉൾക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ആ സഹോദരനെ ഇതുപോലെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ മാത്രം വിശാലമായ ഹൃദയം എനിക്ക് നീ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തുടർന്ന് അന്നേ ദിവസം രാത്രി ആ സഹോദരനെ മുറിയിൽ ചെന്നു. കതകെ കൊട്ടി അവനെ വിളിച്ചു. കതക് തുറന്നപ്പോൾ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് അവനോട് പറഞ്ഞു, സഹോദര, എന്നോട് നീ ക്ഷമിക്കണമെന്ന്. അവനെ ഞാൻ വിട്ട് നേരെ നിന്നപ്പോൾ ഞാൻ കാണുന്നത് കണ്ണുനീരോടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ സഹോദരനെയാണ്. പിന്നീട് അവൻ ചെയ്തത്, അവൻ നേരെ താഴേക്ക് വീണ് എൻ്റെ കാൽക്കൽ പിടിച്ചു. കാരണം എൻ്റെക്കാൾ ഒത്തിരി ഇളയതാണ് ആ സഹോദരൻ. എന്നിട്ട് അവൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ ബ്രദറിനോട് ക്ഷമ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ എൻ്റെ ഉള്ളിലും ഒത്തിരി അസ്വസ്ഥതയായിരുന്നു. എങ്ങനെയെങ്കിലും ക്ഷമ പറയണം, ബ്രദറിനെ വന്ന് കാണണം. ബ്രദറിൽ നിന്ന് പലപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അന്ന് മുതൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിത്തീർന്നു. പ്രിയ മക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഉൾക്കൊള്ളുന്ന മനോഭാവം ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് മറിയത്തിൻ്റെ മാതൃക സ്വന്തമാക്കണം. ഉൾക്കൊള്ളുന്ന നല്ലൊരു ജീവിതം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ മറിയം നൽകുന്ന ഈ മാതൃക, കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്വന്തമാക്കുന്ന മറിയത്തിൻ്റെ മാതൃക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മറിയത്തിൻ്റെ മാതൃക, എല്ലാവരെയും സ്നേഹിക്കുന്ന മറിയത്തിൻ്റെ മാതൃക, എല്ലാവർക്കും വേണ്ടി ജീവിതം ബലിയായി അർപ്പിക്കുന്ന മാതൃക നമുക്ക് സ്വന്തമാക്കാം. അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് ശ്രമിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ ത്യാഗപ്രവൃത്തിയിലും, നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹമായി തീരും. ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഒരു ജോലിയല്ല, നേരെ മറിച്ച് ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ ഭർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കുടുംബം സ്വർഗമായി മാറി. ഭർത്താവ് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന, അപ്പൻ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് അത് വെറും ഒരു ജോലിയൊന്നുമല്ല, നേരെ മറിച്ച് അത് ഉത്തരവാദിത്വമാണ്, ഒരു ശുശ്രൂഷയാണെന്നുള്ള മനോഭാവം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ സ്നേഹമുണ്ട്, അനുഗ്രഹമുണ്ട്, ഈ മുറിക്കപ്പെടുന്ന കുർബാനയുടെ അനുഭവമുണ്ട്. ആ അനുഭവം അവിടെ ഉണ്ടെങ്കിൽ ആ കുടുംബം സ്വർഗമായി മാറും, നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആയി മാറും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് മറിയത്തിൻ്റെ ഈ മാതൃക, ഈ നല്ലൊരു മാതൃക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സ്നേഹിക്കുന്ന മാതൃക നമുക്ക് സ്വന്തമാക്കാം. വചനം പറയുന്നത് പോലെ അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ ഹൃദയത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും സ്വീകരിക്കുവാൻ സാധിക്കണം. ആ ഒരു വിശാലത ലഭിക്കാനായി നമുക്ക് ഈശോയോട് ഒട്ടുചേർന്നിരിക്കാം. തീക്കനലിനോട് ചേർന്നിരിക്കുന്ന പാത്രങ്ങൾ, തീക്കനലിനോട് ചേർന്നിരിക്കുന്ന പാത്രങ്ങൾ, അടുപ്പിനോട് ചേർന്നിരിക്കുന്ന പാത്രം ചൂട് പിടിക്കുന്നത് പോലെ ഈശോയോട് നീ ചേർന്നിരിക്കുമ്പോൾ, ഈശോയോട് നീ ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിലും ആ കൃപയുടെ, ആ സ്നേഹത്തിൻ്റെ ചൂട് ലഭിക്കും.
ആ കൃപയുടെ സ്നേഹത്തിൻ്റെ ചൂട് നിനക്ക് ലഭിക്കുമ്പോൾ എല്ലാവരെയും സ്വന്തമാക്കുവാനും എല്ലാവരെയും നിന്നിലേക്ക് ആകർഷിക്കുവാനും നിനക്ക് സാധിക്കും. അങ്ങനെ അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ ഈ കാലഘട്ടത്തിൽ എനിക്കും നിനക്കും സാധിക്കട്ടെ. അത് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളത് എല്ലാം തരും. വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ കന്യകാമറിയം കടന്നു ചെന്നപ്പോൾ അവൻ്റെ ചിന്തയിൽ, ജീവിത രീതിയിൽ, പ്രവൃത്തിയിൽ വളരെയധികം മാറ്റം സംഭവിച്ചു. ഒരമ്മയുള്ള കുടുംബത്തിലെ മക്കളും ഒരമ്മയില്ലാത്ത കുടുംബത്തിലെ മക്കളും തമ്മിലുള്ള സ്വഭാവ രീതിയിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്കൊരമ്മയെ ആവശ്യമാണ്. അതെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ അമ്മയുടെ കരം പിടിക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഓടിയെടുക്കാം. ഈ അമ്മ നമ്മെ സഹായിക്കട്ടെ. നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാക്കുന്നിടുന്നേ. ആത്മശരീരേന്ദ്രിയങ്ങളായ വിസ്മരണാദിവശങ്ങൾ
ദുഷ്ടർ ഞങ്ങളെ കാത്തിടുകിൽ ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കി ഇമ്പം കാണിച്ചു പ്രിയം വരുത്തി പിമ്പവർ ഞങ്ങളെ നാശമാക്കും അയ്യോ മാതാവേ പിതാവേ അവറ്റേ അയ്യായിരം പാദം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രനു ചെയ്തുകൊള്ളുവിൻ നല്ല മാതാവേ മറിയേ നിർമ്മല യോസേപ്പിതാവേ നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാക്കും വിടുന്നേ. നാരകീയ ശക്തികളുടെ തല തകർക്കുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച പരിശുദ്ധ അമ്മേ, എല്ലാ തിന്മകളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ.